ചേട്ടാ, ചേട്ടന്റെ പേരെന്താ? സുകുമാരൻ. ചേട്ടൻ തനിച്ചാണോ വന്നത്? വൈഫ് വരുന്നുണ്ടല്ലേ? എവിടെയാ യാത്ര തിരിച്ചത്? ഓക്കെ, തൊട്ടടുത്തല്ലേ? ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ യാത്രയെ കുറിച്ച് അറിഞ്ഞോ ചേട്ടൻ? അറിഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ എസ് ഐ ഇപ്പൊ പറഞ്ഞു, അകലി എസ് ഐ പറഞ്ഞു. മോളെ, ഹലോ മോളെ, മോർണിംഗ്. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സെക്കൻഡ്. അപ്പോ ഈ അതായത് വീടുകളിലൊക്കെ തന്നെ ഈ സാധാരണ കടകളിലൊക്കെ അല്ലേ ഇത് വിൽക്കുന്നത്, ഇത് വീട്ടിലായി കഴിഞ്ഞു മയക്കുമരുന്ന്. അപകടം പിടിച്ച കേസാ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ കൂടെ അണിചേരണം. നമുക്കിത് ഉന്മൂലനം ചെയ്യണം. ചേർന്ന് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ചേട്ടാ താങ്ക് യു. മോളുടെ പേര്? ആദിത്യശ്രീ. ആദിത്യശ്രീ. എവിടെ താമസിക്കുന്നത്? ഞാൻ ഈ അടുത്ത് തന്നെയാണ്, ഒറ്റപ്പാലത്ത് കാരമ്പാറയില് LSL വിദ്യാർത്ഥിനിയാണ്. 10 കഴിഞ്ഞു. ഏത് ക്ലാസ്സില്? 10 കഴിഞ്ഞു. ഇനിയിപ്പോ 12ാം ക്ലാസ്സിൽ പോണ്ടേ? 11ാം ക്ലാസ്. വീട്ടിലാരൊക്കെ ഉള്ളത്? പിന്നെ എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, പിന്നെ എനിക്കൊരു അച്ഛൻ എവിടെ? അച്ഛൻ ഇത് ഇവിടെ ഉണ്ട്. ഇതാണോ അച്ഛൻ? അച്ഛാ, ഞാൻ അന്വേഷിച്ചെന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. ഓക്കെ, എന്താ അങ്ങ് ചെയ്യുന്നേ? ഞാൻ ഒരു ട്രാവൽ ഫീൽഡിൽ വർക്ക് ചെയ്യാം. എത്ര മക്കളുണ്ട്? ഒരാളേ ഉള്ളൂ. ഇയാൾ ഓക്കെ അല്ലേ? അതെ. മോള് സ്കൂളിലൊക്കെ സ്മാർട്ടല്ലേ? സ്മാർട്ടാ. അപ്പം പഠിക്കാനൊക്കെ എങ്ങനെ? അത്യാവശ്യം നന്നായി പഠിക്കും. ഹാഷ്മി, സ്കൂളിന്റെ വരാന്തയിലൊക്കെ മറ്റേ ചേട്ടന്മാരൊന്നും ചോദിക്കണോ? അല്ല, മറ്റേ ചേട്ടന്മാരെന്ന് വെച്ചാല് മയക്കുമരുന്നുമായിട്ട് ലഹരി പദാർത്ഥങ്ങളുമായിട്ട്. ഞാൻ പൊതുവെ അതിലൊന്നും അഡിക്റ്റഡ് ഒന്നല്ല. അല്ല, പിന്നെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഞങ്ങൾ സ്കൂളിൽ വരാറുമില്ല. നിങ്ങൾ കണ്ടാൽ ആട്ടി ഓടിച്ചേക്കണം. ഹാഷ്മി, കെയർഫുൾ. ബി കെയർഫുൾ. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങട്ടോ. കരാട്ടക്കാരുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധങ്ങളില്ല. ഓക്കെ, മോള് സൂപ്പറായി. കരാട്ടെ എന്ന് പറയോ, ഓരോ ഒറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അവൻ അപ്പുറം വീഴണം. അച്ഛൻ ജിമ്മാണോ? ചേട്ടാ, നിങ്ങൾ കുടുംബത്തോടെ ബ്ലാക്ക് ബെൽറ്റ് ആണോ? മോളെ ചെറുപ്പത്തിൽ തന്നെ അത് നല്ല കാര്യം എന്ന് പറയും. അതൊക്കെ ശീലിപ്പിക്കാൻ നല്ലതാ. ബ്ലാക്ക് ബെൽറ്റ് ആണ് ലഹരി അല്ലേ? കരാട്ടെ. പക്ഷേ പ്രതിരോധമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആളെ ഇടിച്ചെറിപ്പിക്കാനല്ല, ഡിഫൻസ് അല്ലേ? ഡിഫൻസ് ആണ്. മോളെല്ലാം മിടിക്കുക. കരാട്ടെ നല്ല ഒരു കരുത്തും മോക്കുണ്ട്. ലഹരി പോലത്തെ സംഭവം ഒഴിവാക്കണമെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസും അത് വേണം അല്ലേ? പെൺകുട്ടികളൊക്കെ ഇത് പഠിക്കണം അല്ലേ? തീർച്ചയായും പഠിക്കണം. ഇതേപോലെ ഇത് സ്കൂളിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഞങ്ങളുടെ സ്കൂളിലൊക്കെ കരാട്ടെ ഒക്കെ ഉണ്ട്. അച്ഛനും മോളും കൂടെ ഏറ്റുമുട്ടി ആയിരിക്കും? മനസ്സിലായില്ല. അല്ല, ഒന്ന് ഏറ്റുമുട്ടിയല്ലോ. അയ്യോ, അച്ഛനിട്ട് പണി കൊടുക്കണ്ട എന്തായാലും. ഓക്കെ. മോൾ ഇത് ധരിച്ച് അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കണോ? ഓക്കെ. ചേട്ടാ, സന്തോഷം. ചേട്ടന്റെ പേര് പറഞ്ഞില്ല? രാജീവ് അല്ലേ? എന്താ ചെയ്യുന്ന ജോലി? എന്താ? ട്രാവൽ ബൂട്ടിക് ഓൺലൈൻ എന്ന് പറഞ്ഞ tbo.com വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം. അവിടെ ഒരു ചേച്ചി എന്ത് നിൽക്കുന്ന നമുക്ക് ഒന്നിച്ച് പോയി ചോദിക്കാൻ. ചേച്ചി പൊക്കളരുത്. എവിടെ പോന്നു? എന്താ പേര്? എന്താ എന്നെ കണ്ട ഓടിക്കളഞ്ഞെന്താ? എന്തോ ഒരു അപകടം ഉള്ളൂല്? ഞാൻ അല്ലേ? പേടിയായിട്ടാണോ? പേടിയൊന്നുമില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ തമ്മിൽ വല്ല കുടിപ്പാവ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ സന്തോഷം. അതെ, ഞാൻ വല്ല കടം മേടിച്ചു. എനിക്ക് അപ്പോഴാണ് തോന്നുന്നു. കടം മേടിച്ചിട്ടുണ്ടോ? ഓക്കെ, സന്തോഷം. ജോലിക്ക് നല്ല സന്തോഷമായിട്ട് പോവാ. വിജയ് ഭവ. ഓക്കെ. മോളെ, അപ്പൊ കാണാം. നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ആയോ മോള്? ബ്ലാക്ക് ബെൽറ്റ് ആയി. ഓക്കെ, മിടുക്കി. കാണാം ചേട്ടാ. ഓക്കെ, നമുക്ക് ചേട്ടാ എന്തൊക്കെയാ വിശേഷങ്ങള്? ഞാൻ IT പ്രിൻസിപ്പളാണ്, വിദ്യാധരാജ് IT. ഇവിടുത്തെ ഒറ്റപ്പാലം. ഓ, അത് ശരി. ഓക്കെ. ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലേ? ഓക്കെ. അതാ പരുത്തിയ കേസ് നമ്മൾ കേട്ടു. അത് ഇവിടെ ആയിരുന്നല്ലേ പരുത്തിയത്? ഈ പരുത്തുന്നവരോടൊക്കെ നമുക്ക് താല്പര്യം. കാരണം നല്ല കരുത്ത് അല്ല, എല്ലുറപ്പ്. അപ്പൊ പിള്ളേര് പഠിക്കാൻ വരുന്നുണ്ട്. താമരത്തിൽ ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിന്നെ നമ്മളിപ്പോ ഇവിടെ എക്സൈസും പോലീസും ഒക്കെ നമുക്ക് നല്ല സഹകരണമാണ്, സജീവമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ വരും, അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഒറ്റപ്പാലം പോലീസ് ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു 8:30 ആകുമ്പോഴേക്കും വരും. വന്നതിന് ശേഷം കുട്ടികളെ കറക്റ്റ് ആയിട്ട് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുക. അതുപോലെ വൈകുന്നേരം പോലീസ് വരും. വന്നതിന് ശേഷം ബസ്സിൽ നിരന്തരമായ ഒറ്റപ്പാലം പോലീസ് അപകടമല്ല. അങ്ങേക്കറിയുന്ന പോലെ ഇത് വീട്ടുകളിലൊക്കെ തന്നെ ഇതിന്റെ താവളമാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. മലയാളി ഭവനങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. വിളക്കെ കൊളുത്തി അത്യാവശ്യം കുഴപ്പമില്ലാതല്ലേ ആൾക്കാർ ഇരുന്ന വീടുകളാ. ഒറ്റപ്പാലത്തെ പിള്ളേര് കുഴപ്പമൊന്നുമില്ല, നല്ല പിള്ളേരാണ്. നല്ല